രാഹുൽ ഗാന്ധിയെ പറ്റി അദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തെ പറ്റി. അതിനകത്ത് അഗ്നിവീറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. രാജ്നാഥ് സിംഗ്, അതായത് ഡിഫൻസ് മിനിസ്റ്റർ, പാർലമെൻറ്റിൽ എഴുന്നേറ്റ് പറഞ്ഞു ഇത് തെറ്റാണ്, 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ, അതായത് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ രാഹുൽ ഗാന്ധി ഒരു വീഡിയോ ഇട്ടു. ഈ അഗ്നിവീറുമായിട്ട് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഷഹീദായ, അതായത് ഇതിൽ മരണമടഞ്ഞ അഗ്നിവീറിൻ്റെ കുടുംബത്തുമായിട്ടുള്ള ഇദ്ദേഹം നടത്തുന്ന ഇൻട്രാക്ഷൻ, അതേപോലെ തന്നെ ആ മരിച്ച അജയ് സിംഗിൻ്റെ പിതാവിൻ്റെ ഒരു ബൈറ്റും കൂടെ ചേർത്ത് അതിനകത്ത് പറയുന്നു, രാഹുൽ ഗാന്ധി പറഞ്ഞ സത്യമാണ്, ഗവൺമെൻറ് പണമൊന്നും കൊടുത്തില്ല. ഇനി മനസ്സിലാക്കുന്ന ഇനിയാണ് നമ്മൾ യഥാർത്ഥ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ രാഹുൽ ഗാന്ധിക്ക് വിഡ്ഢിയെന്നും ഇദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇമ്മച്വാരിറ്റി ഉണ്ട്, ഇമ്മച്വാരിറ്റിയാണ് ഇയാളുടെ പ്രധാന മുഖമുദ്രയെന്നും പറയുന്നതിൻ്റെ കാരണം പറയാം. കാരണം നിങ്ങൾ പല രീതിയിലാണ്, ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. അതൊക്കെ ജനാധിപത്യത്തിലുള്ളതാണ്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം, എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും മെച്യൂരിറ്റി വന്നില്ല? എന്തൊക്കെ പ്രസംഗിക്കണം, എന്തൊക്കെ പറയണം? ലീഡർ ഓഫ് ഒപ്പോസിഷൻ, കോൺഗ്രസിൻ്റെ സീനിയർ ലീഡർ, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, എന്തൊക്കെയാണ് പറയേണ്ടത്? ഇതിലോട്ടാണ് കടക്കുന്നത്. ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അതിനെപ്പറ്റി ഔദ്യോഗിക കുറിപ്പ്, അതായത് ഒഫീഷ്യൽ പ്രസ് റിലീസ് പുറത്തുവിട്ടു. അതിൽ പറയുന്നത് 1 കോടി രൂപ ആണ് കൊടുക്കേണ്ടിയിരുന്നത്. അതിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് മാത്രം, സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് എടുക്കുന്നില്ല, 98.64 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞു. ഇനി 68 ലക്ഷം രൂപയുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസും മറ്റ് എസ്ഗ്രാഷ്യ മറ്റെല്ലാം കൂടെ ചേർന്ന്. അതിന് പോലീസ് വെരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അത് വരുന്നതനുസരിച്ച് ആ പണവും ആ കുടുംബത്തിന് ഡിസ്പേഴ്സ് ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി രണ്ടാമതാ വീഡിയോ ഇട്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അദ്ദേഹം രാജ്നാഥ് സിംഗിനോട് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതിയായിരുന്നു എന്താണ് ഈ സംഭവം. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം അലിഗേഷൻ വരുന്നതിന് മുമ്പ്, അതായത് ഈ പട്ടാളക്കാരനായ അജയ് സിംഗിൻ്റെ കുടുംബം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സിമ്പിളായിട്ട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററെ വിളിക്കുവാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഞാൻ നാഷണൽ ജേർണലിസം ചെയ്തൊരു ജേർണലിസ്റ്റാണ് 30 വർഷത്തോളം. ഇപ്പം എനിക്കിങ്ങനൊരു സംഭവം വരുന്നു. ഇപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണ്. അപ്പോൾ വരുമ്പം ആദ്യം തന്നെ ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് ഉണ്ട്, സീനിയർ ബ്രിഗേഡിയർ റാങ്ക്. അവിടെ വലിയതായിട്ട് 24 hours ആക്റ്റീവാണ് ആ ഓഫീസ്. അപ്പോൾ ആ ഓഫീസിൽ വിളിച്ച് ചോദിക്കുവാണെങ്കിൽ അവരൊരു 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു തരും. എന്താണ് ചെയ്തത്, എത്രയാണ് കൊടുക്കാനുള്ളത്, എത്രയാണ് കൊടുത്തത്, ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലൊരു സീനിയർ പൊളിറ്റീഷ്യന്, അതായത് കോൺഗ്രസിൻ്റെ LOP, ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ LOP, അപ്പം അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായ സംഭവങ്ങൾ കിട്ടും. ഇതാണ് ഒരു ഉത്തരവാദിത്വമുള്ളൊരു നേതാവാണെങ്കിലും, ഇപ്പം ജേർണലിസം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തോട് ചെയ്യുകയാണെങ്കിലും നമ്മളൊക്കെ ചെയ്യുന്ന ഇവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു ചൈൽഡിഷ്, ഒരു കുട്ടിയുടെ സ്വഭാവം കാണിച്ചത്. ഇതാണ്, അതായത് ഇന്ത്യൻ പട്ടാളത്തെയും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ വീഡിയോയിൽ പറയുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് ആ നരേഷൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് 12 ലക്ഷം പേരുണ്ട്. അതേപോലെ റിസർവ് ഫോഴ്സ് ഏകദേശം 9 ലക്ഷം, ഏകദേശം 22 ലക്ഷം പേരാണ് ഇന്ത്യൻ ഡിഫൻസിൻ്റെ അകത്ത്, അതായത് പട്ടാളക്കാരായിട്ട് ഇന്ന് ഇന്ത്യയിലുള്ളത്. രാഹുൽ ഗാന്ധി ഇങ്ങനൊരു പരാമർശം നടത്തുന്നു.
ആ പരാമർശത്തിന് ശേഷം വീണ്ടും ഈ ഈ പട്ടാളക്കാരനായ അതായത് അജയ് സിംഗിൻ്റെ പിതാവിൻ്റെ ബൈറ്റ് എടുത്ത് അത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ബൈറ്റാണ്. പാർട്ടിക്കാർ പോയി പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്ത ബൈറ്റ് അതൊക്കെ. അല്ലെങ്കിൽ അവരങ്ങനെ പറയത്തില്ല. അല്ലെങ്കിൽ 1 കോടി രൂപ കിട്ടി, അതിനുശേഷം 68 ലക്ഷം രൂപ ഇനി വരാനുണ്ട്, പെട്ടെന്ന് ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട് ഇപ്പം എന്നോട് ചോദിച്ചാലും ഇപ്പം നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ ആദ്യം ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കും, ഇത് സത്യമാണോ അല്ലയോ. അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഇത്രയും പട്ടാളക്കാർ അവരുടെ കുടുംബത്തിൻ്റെയും മോറൽ, അതായത് നമ്മൾ ഒരു പട്ടാളക്കാരനായിട്ട് ജീവിക്കുമ്പോഴും അവരുടെ കുടുംബവും എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷനുണ്ട്. ആ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? അതുപോലും ഈ മരപ്പൊട്ടൻ ചിന്തിച്ചില്ല. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ മരപ്പൊട്ടൻ എന്ന് പറയും. ഇന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഞാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഞാനും കുറച്ച് നാൾ എയർഫോഴ്സിൻ്റെ കോളേജ് ഓഫ് എയർ വാർഫെയറിൽ കുറച്ച് നാൾ ജോലി ചെയ്തത്. അതിനുശേഷമാണ് വീണ്ടും വന്നിട്ട് പഠിച്ചിട്ട് ഡിഗ്രി തോറ്റിട്ട് ഞാൻ ഡൽഹിയിൽ പോകുന്നത്, പിന്നെ ജേർണലിസ്റ്റ് ആവുന്നത്. അപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ സൈഡാണെങ്കിലും അപ്പൻ്റെ സൈഡാണെങ്കിലും ഡിഫൻസുമായിട്ട് നല്ല ബന്ധമുണ്ട്. എത്രയോ 2-3 തലമുറയായിട്ട് ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ 2 ഫാമിലി 2 സൈഡിലും. എൻ്റെ പിതാവാണെങ്കിൽ തന്നെ. അപ്പോൾ ഈ പറയാനുണ്ടായ കാരണം, ഇപ്പോൾ ഓപ്പറേഷൻ വെസ്റ്റിൻ്റെ തെഹൽക്കയിൽ ഞാൻ 2000-2001 ജോലി ചെയ്യുന്ന സമയത്ത് സ്റ്റിങ് ഓപ്പറേഷൻ നിങ്ങളത് കേട്ട് കാണാം. അപ്പോൾ സ്റ്റിങ് ഓപ്പറേഷൻ ഇങ്ങനെ പടിപടിയായിട്ട് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് സീനിയർ ആയിട്ടുള്ള ലെഫ്റ്റനൻറ്റ് ജനറൽ, മേജർ ജനറൽ, സീനിയർ ബ്രിഗേഡിയർമാർ, സീനിയർ ഓഫീസേഴ്സ്, അതേപോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അഡീഷണൽ സെക്രട്ടറി LM മേത്ത, അങ്ങനെ സീനിയർ ഒഫീഷ്യൽസും ഈ സ്റ്റിങ്ങിൽ കുടുങ്ങുകയാണ്. പണം വാങ്ങുന്നു, അവർ ഓരോ കാര്യം ചെയ്തു തരാമെന്ന് പറയുന്നു. അപ്പം ഞാനിപ്പോൾ എൻ്റെ എഡിറ്റർ എന്ന് പറയുന്ന അനിരുദ്ധ് ബെഹലാണ്. അപ്പം ഞാൻ അപ്പോൾ ഒരു ദിവസം ക്യാബിനിൽ പോയിട്ടിരുന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഈ പറയുന്ന പേരുകളെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ ബാക്ക് ബോൺ മാത്രമല്ല, ബോണാണ്. നമ്മൾ ഇതേപോലെ ഒരു സ്റ്റോറി പബ്ലിക്കിൻ്റെ മുമ്പിൽ എയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇന്ത്യൻ ഡിഫൻസിൻ്റെ മൊറാൽ അത് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടില്ലേ? അത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ രാജ്യത്തെ ബാധിക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഉണ്ടായ സംഭവം ഇവിടെ ഇത് കാരണം ഓൺ റെക്കോർഡാണ്, അദ്ദേഹം പല പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് ഈ സംഭവം, ഞാൻ ഈ ചോദിച്ച കാര്യത്തെ പറ്റി. അപ്പം അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ ക്യാബിൻ്റെ റൂം ലോക്ക് ചെയ്തിട്ട്, കാരണം അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി അനു നായർ വരാൻ ശ്രമിക്കുകയും അവളെ പുറത്ത് വിട്ടിട്ട് ഈ ലോക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചോദിച്ച ഈ ചോദ്യം വളരെ സീരിയസ് ആണ്. കാരണം ഇത്രമാത്രം ഓഫീഷ്യൽസും സീനിയർ ഓഫീസേഴ്സ്, അതായത് പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ഓഫീസേഴ്സ് എല്ലാം ഇതിനകത്ത് കുടുങ്ങിയേക്കുവാണ്. അപ്പോൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നീയുമായിട്ട് എനിക്ക് ഇരുന്ന് സംസാരിക്കണം. നീ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്, പക്ഷെ അതിനുശേഷം മാത്രമേ നമ്മളിത് റിലീസ് ചെയ്യുകയുള്ളൂ. അപ്പം അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി, അത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്ന ഹോളി കൗ, അതായത് വിശുദ്ധ പശു എന്നുള്ള ധാരണയാണ്. അപ്പം നമ്മൾ ആ സ്റ്റോറി റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതായത് മുഴുവൻ അഴിമതിയാണ്, അഴിമതി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അന്നത് പറഞ്ഞാൽ തന്നെയും അത് ഡിഫൻസിൻ്റെ മൊറാലിനെ ബാധിക്കുമോ എന്നുള്ള റീതോട്ട്സും റീതിങ്കിങ്ങിനോട് കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതൊരു ജേർണലിസ്റ്റായാലും, അന്ന് ഞാൻ ഒരു ജൂനിയർ ജേർണലിസ്റ്റ്, സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ്. അപ്പം അതുപോലെ നമ്മൾ തിങ്ക് ചെയ്യുന്നതിൻ്റെ കാര്യം അങ്ങനെയാണ് അതിനെപ്പറ്റി പറയുക. കാരണം നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടാകാൻ പാടില്ല. തെറ്റെന്ന് പറയാൻ നമ്മളിപ്പം വളരെ വലിയ ശരിയായിരിക്കും, പക്ഷേ അതിൻ്റെ നമ്മുടെ ടോപ്പ് ടു ബോട്ടം ഡിഫൻസിനെ തകർക്കരുത്. അപ്പം ആ രീതിയിലാണ് നമ്മളത് തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായി, കഴിഞ്ഞിടയ്ക്ക് അതിൻ്റെ വിധി ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് ആദ്യം കേസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ 1-ാം പ്രതിയും തരുൺ 2-ാം പ്രതിയും അനിരുദ്ധ് ബെഹൽ 3-ാം പ്രതിയായിരുന്നു. പിന്നീട് കോർട്ടിൽ കോർട്ട് ഓഫ് എൻക്വയറിയിലും അവിടുത്തെ CBIയുടെ ട്രയൽ കോർട്ടിലും ആർമി കോർട്ട് ഓഫ് എൻക്വയറിയിലൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മഞ്ജിത് സിംഗ് അലൂവാലിയ എന്ന് പറയുന്ന മേജർ ജനറൽ
അഡീഷണൽ ഡയറക്ടർ ജനറലായിരുന്നു അന്ന് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഓർഡിനൻസ് ഡിപ്പോയുമായിട്ട് ബന്ധപ്പെട്ട്. ഇദ്ദേഹം എൻ്റെ കയ്യിൽ നിന്നും കൈക്കൂലിയായിട്ട് പണം വാങ്ങിയില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഇതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി. അതായത് ഈ പറയുന്ന എഡിറ്റോറിയൽ സ്റ്റാഫ്, സീനിയർ എഡിറ്റേഴ്സിന് മിസ്റ്റേക്ക് ഉണ്ടായി. അതിനകത്ത് ഇയാൾ പണം വാങ്ങി എന്ന് പറഞ്ഞു. അത് എന്നോട് ചോദിക്കാതെ, ഇപ്പം ഞാനത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇയാൾ പണം വാങ്ങിയിട്ടില്ല, ഇയാൾ കേണൽ സയാലിനോട് പറഞ്ഞു എന്ന് കേണൽ സയാൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കേണൽ സയാലിനോട് പറഞ്ഞു, അദ്ദേഹം പണം വാങ്ങുവാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയാൽ മതി, താങ്കൾ കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇതുണ്ടായ കോൺവെർസേഷൻ, ഇത് റെക്കോർഡ് കോൺവെർസേഷനാണ്. അതിൻ്റെ പേരിൽ ഡൽഹി ഹൈക്കോടതി ഈ പറയുന്ന ഈ ശിക്ഷാവിധി കൊടുത്തു കഴിഞ്ഞപ്പോൾ മഞ്ജസ് സിംഗ് അലുവാലിയ തന്നെയാണ് കോടതിയിൽ പറയുന്നത്, ഇതിൻ്റെ അകത്ത് മാത്യു സാമുവൽ നിരപരാധിയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്തു, പക്ഷേ എഡിറ്റോറിയൽ മിസ്റ്റേക്കാണ്, അതിൻ്റെ പേരിലാണ് എൻ്റെ പേര്, അതായത് എൻ്റെ പേര് അതിൻ്റെ അകത്ത് വരുന്നത്. അതിനുശേഷം കോടതി എൻ്റെ പേര് ഒഴിവാക്കി തന്നു. അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ സ്റ്റോറിക്കും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി, കാരണം ഡിഫൻസിൻ്റെ സ്റ്റോറിയാണ്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റോറിയും ഡിഫൻസിൻ്റെ സ്റ്റോറിയും ചെയ്യുമ്പോൾ നമ്മൾ അത്രമാത്രം സൂക്ഷിച്ചും കണ്ടുമാണ് ഓരോ കാര്യങ്ങളിലോട്ട് പോകും. ഞാൻ ഈ രാഹുൽ ഗാന്ധി ടോപ്പിക്കിലോട്ട് വരിക തിരിച്ച്. അതായത് ഇപ്പം ഡിഫൻസുമായിട്ട് നിങ്ങൾക്ക് അഴിമതി കൊണ്ടുവരാം. ഇപ്പോൾ അന്ന് അഴിമതി കൊണ്ടുവന്നപ്പോൾ ഇന്നും ഓർമ്മയുള്ള സംഭവമുണ്ട്. BJPക്കെതിരെ അടൽ ബിഹാരി വാജ്പേയിക്കെതിരെയാണ് ഈ സ്റ്റോറി കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലായ സമയത്താണ് ഇത് റിലീസാവുന്നത്. കാരണം അവിടുത്തെ കവർ ബ്രേക്ക് ആയിപ്പോയി. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞത്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അന്ന് 7 റേസ് കോഴ്സ് പറഞ്ഞത്, നീ ചെയ്തത് ഈ ദേശത്തിന് വേണ്ടിയും ഈ നാടിനും നല്ലതാണ്. മനസ്സിലാക്കുക. BJPയുടെ നാഷണൽ പ്രസിഡന്റ് ബംഗാൾ ലക്ഷ്മൺ, RSSൻ്റെ നാഷണൽ ട്രഷറർ RK ജെയിൻ, ഇവരൊക്കെ ഇൻവോൾവ് ആണ് ഈ കേസിൽ. എന്നിട്ടും BJP അന്ന് പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയി പറഞ്ഞതും അന്ന് RSSൻ്റെ തലവൻ പറഞ്ഞതും ഞാൻ ചെയ്ത സ്റ്റോറി ഈ ദേശത്തിന് വേണ്ടിയാണ്, ഈ കറപ്ഷൻ ഇന്ത്യൻ ഡിഫൻസിൽ പാടില്ല. അത് വലിയ സത്യമാണ്. കാരണം ഒരു സൈഡിൽ നിന്ന് ഓഫീസേഴ്സ് പണം വാങ്ങി, സീനിയറായിട്ടുള്ള ആൾക്കാരും പൊളിറ്റീഷ്യൻസും പണം വാങ്ങിയിട്ട് ഏറ്റവും മോശമായ സംഭവങ്ങൾ ഇന്ത്യൻ ഡിഫൻസിന് കൊടുക്കുന്നു. അതിനുശേഷം ഇന്ത്യൻ ഡിഫൻസിൻ്റെ റേഷൻ, ഇതിനകത്തൊക്കെ ഭയങ്കര വെട്ടിയിലുണ്ട്. ഈ സംഭവങ്ങളൊക്കെ മാറി. ഇതാണ് മാറ്റമെന്ന് കാരണം നമ്മൾ പറയേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യൻ ഡിഫൻസിലുള്ളവർ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ പേരിലാണല്ലോ അവർ കോർട്ട് മാർഷൽ ചെയ്തിട്ട് എല്ലാ ഓഫീസേഴ്സിനും കൃത്യമായ പണിഷ്മെൻറ്റ് കൊടുത്തു. കൃത്യമായിട്ടാണ് പണിഷ് ചെയ്തേക്കുന്നത്. ജനറൽമാരെ പല സർവീസിൽ നിന്ന് പറഞ്ഞു വിട്ടു, 2-3 ജനറൽമാരെ ജയിലിനകത്തിട്ടു, കോർട്ട് മാർഷലിൽ ജയിലിനകത്തിട്ടു, ഒരു ബ്രിഗേഡിയർ ജയിലിനകത്തിട്ടു. അതാണ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഓരോന്നും ആലോചിച്ച് മനസ്സിലാക്കിയാണ് ഓരോന്നും പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധി ഇത്രയും മൊറാൽ അത് നശിപ്പിക്കുക, അത് മാത്രമൊന്നുമല്ല, അത് ഇന്ത്യക്കാർക്കിടയ്ക്ക് വലിയ പ്രശ്നം. കാരണം രാഹുൽ ഗാന്ധിയാണ് പറയുന്നത്, പിന്നീട് ആ തെറ്റ് വീണ്ടും കാണിക്കുന്നു, വീണ്ടും എടുത്ത് പറയുന്നു. ഇതൊക്കെ സിമ്പിളായിട്ട് ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കി പറയാവുന്ന കാര്യം. ഇനി ഞാൻ ഈ പാർലമെൻറ്റിലോട്ട് വരികയാണ്. രാഹുൽ ഗാന്ധി ഈ പൊട്ടത്തരം പറയുകയും തിരിച്ച് രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ അതിനെ തിരുത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ, അതായത് കേരളത്തിൽ നിന്ന് പോയ NK പ്രേമചന്ദ്രൻ, കാരണം അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്തും ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ കേരളത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ താങ്കൾ ജയിക്കണം. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ താങ്കൾ ഒരു ശബ്ദമാണ്, ഇന്ത്യക്കാരുടെ ശബ്ദമായിട്ട് താങ്കളുടെ ശബ്ദം എപ്പോഴും ഉണ്ട്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ നല്ലത്, കാരണം കൊല്ലത്തുകാർ വീണ്ടും താങ്കളെ ജയിപ്പിച്ചിരിക്കുന്നു. താങ്കളുടെ രീതി എനിക്കറിയാം, കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് പാർലമെൻറ്റേറിയനാണ് NK പ്രേമേന്ദ്രൻ കേരളത്തിൽ നിന്ന് പോകുന്നവരിൽ. അപ്പം 10 ബെസ്റ്റ് പാർലമെൻറ്റേറിയൻസിനെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ലോക്സഭയിൽ ഇപ്പോഴും സ്ഥാനം NK പ്രേമേന്ദ്രൻ. ഞാൻ അവിടെ ശശി തരൂരിന് പോലും ആ സ്ഥാനം കൊടുക്കുന്നില്ല. കാരണം പ്രേമേന്ദ്രൻ വളരെ സ്റ്റഡി ചെയ്താണ്
എല്ലാ ഇന്ത്യക്കാരുടെയും വിഷയം പറയുന്ന കാര്യത്തിൽ അത് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇപ്പോഴും പ്രേമചന്ദ്രൻ വളരെ മുൻപന്തിയിലാണ്, റാങ്കിങ് ആണെങ്കിലും. അപ്പം എൻ്റെ ചോദ്യമാണ്, അത്ര എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്ന NK പ്രേമചന്ദ്രൻ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പൊട്ടൻ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തണമായിരുന്നു. അങ്ങനല്ല അത് പറയേണ്ടത്. നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റാണ്, കൈയടിച്ച് കൊടുക്കരുത്. കാരണം അപ്പുറത്തിരിക്കുന്ന KC വേണുഗോപാലും കോൺഗ്രസ് നേതാക്കൾക്കും രാഹുൽ ഗാന്ധിയെ തിരുത്താനുള്ള കഴിവില്ല. കാരണം അയാൾ വലിയ ആൾ, ഇവർ വളരെ ചെറുത്. അപ്പം പ്രേമചന്ദ്രനെ പോലുള്ള സീനിയർ മെമ്പർ അവിടെ ഇടപെട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവിടെ പ്രേമൻ പരാജിതനായി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്തുകൊണ്ട് പ്രേമചന്ദ്രൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല? അതല്ല, ഇതിങ്ങനെ ചോദിച്ചാൽ മനസ്സിലാക്കും, അതങ്ങനെ പറയരുത്. അത് ഇന്ത്യയുടെ നാഷണാലിറ്റിയെയും ഇന്ത്യൻ ഡിഫൻസിൻ്റെ മൊറാലിനെ ബാധിക്കും. അതൊരു പബ്ലിക് സ്റ്റേജിൽ പാർലമെൻറ്റിൽ വെച്ച് പറയുമ്പോൾ തെറ്റ് പറയുന്നത് വളരെ മോശമായ രീതിയാണെന്ന് പ്രേമചന്ദ്രന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പറഞ്ഞു വരുന്നതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, വീണ്ടും രാഹുൽ ഗാന്ധി സ്വയമേ തെളിയിക്കുകയാണ് അദ്ദേഹം ഒരു വിഡ്ഢി മാത്രമല്ല, വെറും മരപ്പൊട്ടൻ.